നമ്മളെ ഡിസ്ട്രിക്ട് ലെവൽ എക്സ്പെർട്ട് കമ്മിറ്റി ഇപ്പോൾ ചേർന്നു. ഞങ്ങൾ 5 പേരാണ് ആ കമ്മിറ്റിയിലുള്ളത്, ജില്ലാതലത്തിലുള്ള ഓഫീസേഴ്സ് എന്ന നിലയിൽ. അതിൽ 3 പേർ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഉണ്ട് എന്നും ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് ഉള്ളതായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങളത് 5 പേരിൽ 3 പേർ നെഗ്ലിജൻസ് കണ്ടെത്തി. ഒരു ഡോക്ടർ അങ്ങനെ ഇല്ല എന്ന് ഫൈൻഡിങ് പറഞ്ഞു. മറ്റൊരാൾ അഭിപ്രായമൊന്നുമില്ല എന്നാണ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഞങ്ങളുടെ ഒപ്പീനിയൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPക്ക് എത്രയും പെട്ടെന്ന് കൈമാറും. ഈ റിപ്പോർട്ട് ഉടനെ തന്നെ കൈമാറും. രീതിയിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് അവസാന ഘട്ടത്തിലെ ഫൈൻഡിങ്. അതെ, ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഫൈൻഡിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് വെച്ച് ഞങ്ങളുള്ളത്. അത് വെച്ച് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് രേഖാമൂലം എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറും. പിന്നെ പോലീസാണ് ആ കാര്യത്തിന് മുകളിൽ എന്ത് നടപടി കൈക്കൊള്ളണം, ആരെയൊക്കെ പ്രതികരണം എന്നൊക്കെ പോലീസാണ് തീരുമാനം. കുടുംബം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചികിത്സാപ്പിഴ ഉണ്ട് എന്നുള്ളതാണ് ഈ രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല, എക്സ്പെർട്ടിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബം എന്താണ് പറഞ്ഞതെന്നൊന്നും എൻ്റെ ശ്രദ്ധയിലില്ല. ഏതായാലും പോലീസിൻ്റെ നമുക്ക് കിട്ടിയ രേഖകളിൽ കുടുംബത്തിന് അങ്ങനെ പരാതി ഉണ്ടതിന് ഭാഗമായിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ പരാതിക്ക് അടിസ്ഥാനമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്.